ക്രൈസ്തവ വിഭാഗത്തെ മുസ്ലിം ന്യൂനപക്ഷത്തിൽ നിന്നും അകറ്റി നിർത്തുക എന്ന ലക്ഷ്യത്തോടെ ചിലർ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് വർത്തമാനകാല യാഥാർത്ഥ്യം. അതിൽ BJP കൂടി രംഗപ്രവേശം ചെയ്തതോടെ BJPയിലേക്ക് ക്രിസ്ത്യൻ ന്യൂനപക്ഷം കുറെ അടുക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അടുക്കുന്നതിലേക്ക് എത്തിക്കുന്നത് മുസ്ലിം വിരുദ്ധതയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക പശ്ചാത്തലം കൂടിയുള്ള ഘട്ടത്തിലാണ് ഈ കേക്ക് വിവാദം ഉണ്ടാക്കുന്നത്. അത് സമസ്തയിലെ ഒരു വിഭാഗം. അതുകൊണ്ടാണ് തീക്കൊള്ളി കൊണ്ട് തല ചൊറിയരുത് എന്ന് PK കുഞ്ഞാലിക്കുട്ടി ശക്തമായ താക്കീത് നൽകിയത്. പുറത്ത് കൈകാര്യം ചെയ്യുമെന്ന് ഷാഫി ചാലിയം പറയുന്നത്. ഇത് ഏത് ഘട്ടത്തിലേക്ക് പോകുമെന്നാണ് താങ്കൾ ആശങ്കപ്പെടുന്നത് ശ്രീ പുടിപ്പാറ? ഇതിനപ്പുറത്തേക്ക് പോകാൻ അനുവദിച്ചുകൂടാന്നുള്ളതാണ് നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ട ഒരു കാര്യം. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് നമ്മൾ ഇതുവരെ അഭിമാനം കൊണ്ടതും ഒരു പരിധിവരെ അഹങ്കരിച്ചതുമൊക്കെ നമ്മൾ ഇതുവരെ കാത്തു സൂക്ഷിച്ചൊരു മതസൗഹാർദ്ദത്തിന്റെ ആ ഒരു ബലത്തിലാണ്. അതേ ചൊല്ലിയാണ് ഈ മതനിരപേക്ഷത ഏറ്റവും കൂടുതൽ ശക്തമായിട്ടുള്ള ഒരു സംസ്ഥാനം. ഇതര മതസ്ഥരെ ബഹുമാനിക്കുന്നത് ഒരു സ്വഭാവമോ അല്ലെങ്കിൽ ഒരു ജീവിത ശൈലിയോ ആക്കി മാറ്റിയ മതവിഭാഗങ്ങൾ ആണ് കേരളത്തിലുള്ളത്. അങ്ങനെ ഒരു സംസ്ഥാനത്ത് ഈ ഏറ്റവും സാങ്കേതിക പുരോഗതിയും അതുപോലെ രാഷ്ട്രീയ പുരോഗതിയും ഒക്കെ കൈവരിച്ചൊരു ഘട്ടത്തിൽ ഇത്രയും സങ്കുചിതമായിട്ട് കാര്യങ്ങളെ കാണുന്നത് എത്ര നിർഭാഗ്യകരമാണ് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. സ്മൃതി, ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോ ഒരു ക്രിസ്മസിന്റെ അന്ന് ലീഗ് നേതാക്കള് അദ്ദേഹത്തിന്റെ ക്ഷണം സ്വീകരിച്ച ബിഷപ്പ് പാലസിലെത്തുന്നു. അദ്ദേഹം ഒരു കേക്ക് മുറിച്ച് അവർക്ക് കൊടുക്കുന്നു. ഒരു കേക്ക് പങ്കുവെക്കുക എന്നുള്ളത് ക്രിസ്മസിന്റെ ഏറ്റവും മനോഹരമായ ഒരു സംഗതിയാണ്, അല്ലെങ്കിൽ ആ ഒരു ആചാരമാണ്, അല്ലെങ്കിൽ പാലിച്ചു പോരുന്ന ഒരു ചടങ്ങാണ്. ബിഷപ്പ് തന്നെ ഈ പറഞ്ഞ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെയും അതുപോലെ തന്നെ മുനീറിന്റെയും ഒക്കെ വായിലേക്ക് ഈ കേക്ക് വെച്ച് കൊടുക്കുന്നു. ഇതൊക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ ഇതൊക്കെയാണ് ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മളെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം. പ്രത്യേകിച്ചും സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ മുസ്ലിം വിരോധം ആളിക്കത്തിക്കാൻ ആസൂത്രിതമായ ശ്രമങ്ങൾ അണിയറയിലും അരങ്ങത്തും ഒക്കെ നടക്കുമ്പോൾ, അതുപോലെ തന്നെ മറ്റ് ഈ രീതിയിൽ നമുക്കറിയാമല്ലോ, പല രീതിയിൽ ഒരു മുസ്ലിം ഫോബിയ സൃഷ്ടിക്കാൻ, ക്രൈസ്തവർക്കിടയിൽ ഒരു മുസ്ലിം ഫോബിയ സൃഷ്ടിക്കാൻ കാസ പോലുള്ള സംഘടനകൾ BJPയുമായിട്ട് സംഘപരിവാറുമായിട്ട് കൈകോർക്കുന്നു. മറുവശത്ത് ലവ് ജിഹാദ് പോലുള്ള വിഷയങ്ങൾ കേരള സമൂഹത്തെ പിടിച്ച് ഉലയ്ക്കുന്നത് നമ്മൾ കാണുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലൊരു ക്രിസ്മസ് ആഘോഷത്തിന് അല്ലെങ്കിൽ ക്രിസ്മസ് ദിനത്തിൽ ആശംസ നേരാനായിട്ട് ബിഷപ്പ് ഹൗസിലെത്തുന്നു. അദ്ദേഹം അതിന്റെ യഥാർത്ഥ സ്പിരിറ്റിൽ ഉൾക്കൊണ്ട് കേക്ക് മുറിച്ച് അവരുമായി സന്തോഷം പങ്കുവെക്കുന്നു. ഇത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി മാത്രം ചെയ്യുന്നതല്ലല്ലോ. പെരുന്നാൾ സമയത്ത് ലീഗ് നേതാക്കളും ഇതുപോലെ ഇഫ്താർ വിരുന്നുകൾ സംഘടിപ്പിക്കുന്നു. അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിലെ പല വിഭാഗങ്ങൾ ഈ പറഞ്ഞ എല്ലാവരും തന്നെ ഇഫ്താർ വിരുന്നുകൾ സംഘടിപ്പിക്കുന്നു. ആ ഇഫ്താർ വിരുന്നിലേക്ക് സമൂഹത്തിന്റെ നാനാ തുറകളിൽപ്പെട്ട ആളുകളെ ക്ഷണിക്കുന്നു. അവരൊക്കെ ആശംസകൾ നേർന്ന് സംസാരിക്കുന്നു. ആ നോമ്പ് മുറിയിൽ പങ്കെടുക്കുന്നു. അവരെല്ലാം ഈ പറഞ്ഞ പോലെ ആ ഭക്ഷണം കഴിച്ച് അതൊരു മതപരമായ ആചാരത്തിന്റെ ഭാഗമല്ലേ ഇഫ്താർ വിരുന്ന്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പോകുമ്പോൾ ഇതര മതസ്ഥർ ആരും അതിലെന്തെങ്കിലും ഒരു എതിർപ്പോ അല്ലെങ്കിൽ അസഹിഷ്ണുതയോ അതിന് പോയാൽ അവരുടനെ അവരുടെ മതത്തിന്റെ മാമൂലുകൾ ആചാരങ്ങൾ തെറ്റിക്കുന്നു, അത് ഹറാമാണ്, അല്ലെങ്കിൽ അത് മതവിരുദ്ധമാണെന്ന് ക്രിസ്ത്യാനികളോ ഹിന്ദുക്കളോ ഇവിടെ പറയാറുണ്ടോ? അപ്പൊ ഇതൊക്കെയല്ലേ നമ്മുടെ സോഷ്യൽ ആ ഒരു ഫാബ്രിക്കിൽ ഒരു ഹാർമണി സൃഷ്ടിക്കുന്ന ഘടകങ്ങളല്ലേ ഇത്. ഇങ്ങനെ മതവിരോധമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലും ഈ സമുദായങ്ങളുടെ പ്രമുഖ നേതാക്കളൊക്കെ പരസ്പരം ഇങ്ങനെ ഷെയർ ചെയ്തും കെയർ ചെയ്തും പരസ്പരം അംഗീകരിച്ചും ആദരിച്ചും മുന്നോട്ട് പോകുന്നതിനേക്കാൾ അഭികാമ്യമായ ഒരു അവസ്ഥ എന്താ ഉള്ളത്? നമ്മൾ ഉത്തരേന്ത്യയിലെ പോലെ ഈ പറഞ്ഞ എല്ലാറ്റിന്റെയും പേരിൽ കലഹിച്ച് കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിക്കൊല്ലുന്ന ഒരു അവസ്ഥയിലേക്ക് പോകണോ? എന്താണ് ഈ ഹമീദ് ഫൈസി അമ്പലക്കടവൊക്കെ പറയുന്നത്? ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഒരുപക്ഷെ വേറെ വല്ല അജണ്ട ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? അതായത് ഒരു നല്ല മാതൃക സൃഷ്ടിക്കുമ്പോൾ അതിനെ അപലപിച്ചുകൊണ്ട് അതിനകത്ത് പോലും മതവൈരം കുത്തിക്കലർത്തി അതിനകത്ത് പോലും വർഗീയ വിഷം കലർത്താൻ ശ്രമിക്കുന്ന ഇത്തരം ആളുകളെ സത്യത്തിൽ സമൂഹം ഒറ്റപ്പെടുത്തുക ചെയ്യേണ്ടത്. അക്കാര്യത്തിൽ ഞാൻ വിചാരിക്കുന്നത് ഇവിടുത്തെ മതനിരപേക്ഷ കക്ഷികൾ ഒറ്റക്കെട്ടായിട്ട് അതിനെയൊക്കെ അപലപിക്കണം. അവരിനി ഏത് രാഷ്ട്രീയ ലൈനാണ് സ്വീകരിക്കുന്നത്, ആരെയാണ് പിന്തുണയ്ക്കുന്നത് എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. ജമാഅത്തെ ഇസ്ലാമിയെയും SDPയെയും പോലുള്ള സംഘടനകളെ CPM ഇങ്ങനെ വലിയ രീതിയിൽ വിമർശിക്കുന്നെങ്കിൽ അവരെ ഏഴയലത്തടിപ്പിക്കില്ല. അവർ വർഗീയതയുടെ മൂർത്തിമത് ഭാവങ്ങളാണ്, ഈ സമൂഹത്തെ വിഷലിപ്തമാക്കുന്ന മാരക വിഷങ്ങളാണ് എന്നൊക്കെ പറയുമ്പോൾ ഇത്തരം ആളുകൾ അതിനേക്കാൾ കഷ്ടമല്ലേ? അവരെ തുറന്നു പറയാൻ ഇനിയിപ്പോ അവരിതൊക്കെ കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ CPMനെ പിന്തുണയ്ക്കാൻ വരുമ്പോ ഇത്തരം ആളുകളുടെ പിന്തുണ വേണ്ട
ഞങ്ങൾ കുറെ കൂടി വിശാലമായ ഒരു മതസൗഹാർദ്ദവും മതനിരപേക്ഷ സമൂഹമാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം ആളുകൾ ലീഗിനോടുള്ള വിരോധത്തിന്റെ പേരിൽ മാത്രം ഞങ്ങൾക്ക് സ്വീകാര്യരാവില്ല എന്ന് തുറന്നു പറയാൻ എപ്പോഴെങ്കിലും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയോ ലാലിനെ പോലെയുള്ള മതനിരപേക്ഷതയെ നെഞ്ചേറ്റുന്ന മനുഷ്യരോ പൊതുസമൂഹത്തിൽ പറയാൻ തയ്യാറായാൽ ഇവരുടെയൊക്കെ നാവടയും. അതിന് പകരം അത് തുറന്നു പറയാൻ പലപ്പോഴും നമ്മൾ വളഞ്ഞ വഴികൾ തേടുകയാണ്. അവരെ അങ്ങനെ അങ്ങ് പിണക്കണ്ട എന്ന രീതിയിൽ മൃദുഭാവങ്ങൾ സ്വീകരിക്കുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരക്കാർക്ക് വളം വെച്ച് കൊടുക്കലാണ്. ഇനിയും ഇത്തരം സംഭവങ്ങൾ ഞാൻ വിചാരിക്കുന്ന ഈ അടുത്ത കാലത്ത് നടന്ന ഏറ്റവും നല്ല മാതൃകകളിൽ ഒന്നാണ് ഈ ലാറ്റിൻ ബിഷപ്പുമാരുടെ ആ സമ്മേളനത്തിലേക്ക് ആ മുനമ്പം വിഷയത്തിൽ ശ്രീ സാദിഖ് അലി ശിഹാബ് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയൊക്കെ പോയത്. അവരിനി എന്തെങ്കിലും ആവട്ടെ, സമസ്ത ഇനി വേണമെങ്കിൽ അതിനെതിരാണ്, അല്ലെങ്കിൽ അത് മറ്റേ വഖഫ് ഭൂമിയാണെന്നോ ബിഷപ്പുമാരുമായി കൂടിക്കാഴ്ച നടത്തി. എത്ര മനോഹരമായ ഒരു കാഴ്ചയാണത്. അവര് വിഷയം കത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ കേരള സമൂഹം രണ്ടായി വിഭജിച്ച് മുസ്ലിം ക്രിസ്ത്യൻ വിരോധം ആളിക്കത്തിച്ച് അതിലൂടെ മുതലെടുക്കാൻ, പാലക്കാട് ഇലക്ഷന്റെ ഒക്കെ സമയത്താണെന്ന് ആലോചിക്കണം, ആ വിഷയം ആളിക്കത്തിച്ച് ക്രിസ്ത്യൻ വോട്ടുകൾ തങ്ങൾക്ക് ഉറപ്പുവരുത്താൻ ശ്രമിക്കുന്ന ഒരു ഘട്ടത്തിൽ ആ ഒരു എന്താ പറയാ ആ ഒരു നീക്കത്തിന്റെ ആ ഒരു തന്ത്രത്തിന്റെ മൊനയൊടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ തന്ത്രം തകർത്തുകൊണ്ട് ഇവർ രണ്ടുപേരും അവിടെ ചെല്ലുന്നു, ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. അവർക്ക് കൃത്യമായി പറയേണ്ട കാര്യങ്ങൾ അവരോട് പറയുന്നു. എന്തൊരു മനോഹരമായ, എന്ത് നല്ല ഒരു സന്ദേശമാണ് കൊടുത്തത്. നമ്മൾ അതിനകത്ത് രാഷ്ട്രീയമല്ല കാണേണ്ടത്, മറിച്ച് ഇത്തരത്തിലുള്ള സാമൂഹ്യ സൗഹൃദം അല്ലെങ്കിൽ മതസൗഹാർദ്ദം നിലനിർത്തുന്നതിന് വിവിധ ജാതി മത സമൂഹങ്ങൾ തമ്മിലുള്ള ആ ഒരു ഊഷ്മളമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ ഇത്തരത്തിലുള്ള എന്താ പറയാ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ വലിയ സംഭാവന ചെയ്യും. മറിച്ച് അത് ചെയ്യാതെ ഈ പറഞ്ഞ രീതിയിൽ മാത്രം വിഷം വമിപ്പിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ സമൂഹം എവിടെ പോകും? ഇത് സാമുദായികമായി മുനമ്പം ചിത്രീകരിക്കപ്പെട്ടത് കൊണ്ടാണ് തങ്ങൾ മുൻകൈയെടുത്തിറങ്ങിയത് എന്ന് തന്നെയാണ് സാദിഖ് അലി തങ്ങൾ അക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുള്ളത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.